കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. പൊക്കിൾ കൊടി പോലും മാറ്റാത്ത നിലയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വില്ലൂന്നി ഇന്ന് പുലർച്ചെ മീൻ പിടിക്കാൻ പോയവരാണ് ഈ കുഞ്ഞിനെ കണ്ടതെന്ന് കൂടി മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ് എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന വാർത്ത അത്ര സുഖകരമായ ഒന്നല്ല. എപ്പോഴാണ് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ ലഭ്യമാകുന്നുണ്ട്? സമീറിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് കരുതുകയാണ്. കോഴിക്കോടാണ് ഈ സങ്കടകരമായ സംഭവം നടന്നത്. അതെ, കൊയിലാണ്ടിയിലാണ് നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊക്കിൾ കൊടി പോലും മാറ്റാത്ത നിലയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെ മീൻ പിടിക്കാൻ പോയവരാണത് കണ്ടതെന്ന് മനസ്സിലാക്കുന്നു. സമീർ സി മുഹമ്മദ് തയ്യാറായി നിൽക്കുന്നുണ്ട്. അതെ, സമീർ കേൾക്കാമോ? എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ ലഭ്യമാണ്? പ്രവിത, ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ സംഭവം അറിയുന്നത്. മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിക്കൊണ്ടാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്. ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറാണ് എന്ന നിലയിലാണ് മത്സ്യത്തൊഴിലാളികൾ അവിടെ എത്തിയത്. പക്ഷേ പിന്നീടാണ് അതൊരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് വിവരം അറിയിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. ആ വേളയിലാണ് ഇതൊരു നവജാത ശിശുവിൻ്റേതാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ പൊക്കിൽ കൂടി പോലും മുറിച്ചിട്ടില്ലാത്ത വിധത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചയോട് കൂടിയൊക്കെ തന്നെയായിരിക്കാം ഈ കുട്ടിയെ എവിടെ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കൊന്നതിന് ശേഷമാണോ കുട്ടിയെ വെള്ളത്തിലിട്ടത്, അതല്ല വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണോ ചെയ്തത് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക. ആരാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ന് കണ്ടെത്താനും ആരാണ് കുട്ടിയെ പുഴയിൽ ഉപേക്ഷിച്ചത് എന്നും കണ്ടെത്താനും വേണ്ടിക്കൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അമ്മ തൊട്ടിലുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുഞ്ഞിനെ വേണ്ടായെങ്കിൽ അവിടെയെങ്കിലും ഉപേക്ഷിക്കാം, അവിടെയെങ്കിലും ആർക്കെങ്കിലും നോക്കാൻ നൽകുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ സൂക്ഷിക്കാൻ നൽകുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം. അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കൊയിലാണ്ടി പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. പ്രവിത. സമീർ, ഈ മീൻ പിടിക്കാൻ പോയവരാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്ന് പറയുന്നു. അപ്പം ഈ പൊക്കിൾ കൊടി പോലും മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുട്ടി ഉപേക്ഷിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അത്തരം നടപടികൾ ഒക്കെ ഏത് സമയത്തേക്കായിരിക്കും പൂർത്തിയാവുക? അത്തരം വിവരങ്ങളൊക്കെ നമുക്കുണ്ടോ? സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ ആര് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് സമീപ നാളുകളിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയ ആശുപത്രികളിലെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രസവാനന്തര ചികിത്സയ്ക്ക് എത്തിയ ആളുകളെ കൂടി, അതായത് കുഞ്ഞുങ്ങൾ ഇല്ലാതെ പലരും ചികിത്സയ്ക്ക് തേടുന്ന അത്തരം ആളുകൾ കൂടിയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം കൂടി പരിശോധിച്ചുകൊണ്ട് വിശദമായ രീതിയിൽ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയും. വിശദമായ അന്വേഷണത്തിലൂടെ പ്രതികളെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഇതൊരു ആൺകുട്ടിയുടെ മൃതദേഹമാണ് എന്നുള്ള കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക്, അതായത് ഇങ്ങനെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനിടയായ സാഹചര്യം എന്ത് എന്നുള്ളത് കണ്ടെത്തുക. ഒപ്പം തന്നെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, ആരാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾ ആദ്യം ഇതൊരു പ്ലാസ്റ്റിക് കവറാണെന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷേ അരികിലെത്തുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കൊന്ന ശേഷമാണോ കുഞ്ഞിനെ ഈ പുഴയിൽ ഉപേക്ഷിച്ചത് എന്നും അല്ല എങ്കിൽ പുഴയിലേക്ക് എറിഞ്ഞ് കൊല്ലുകയായിരുന്നോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. അത്തരം സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടാൻ പോസ്റ്റ്മോർട്ടവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിനെ വേണ്ടാത്തവർക്ക് അമ്മത്തൊട്ടിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ അനാഥ അഗതി മന്ദിരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് അത് സങ്കടകരമായ വാർത്ത കൂടിയായി മാറുന്നത്. സമീർ, എന്തായാലും അതിൽ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആശുപത്രിയിൽ വന്നിരിക്കുന്ന ഗർഭിണികൾ ആരൊക്കെയാണ്, അവരൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകും.
എന്നാൽ ദൗർഭാഗ്യകരമാണ് രാവിലെ തന്നെ ഇത്തരം ഒരു വാർത്തയിൽ തുടങ്ങാൻ മാത്രമല്ല പറ്റിയത്. ഇനി ഈ കുട്ടി പ്രസവാനന്തരം മരിച്ചതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്നതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഉടൻ തന്നെ ആ വിവരങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.